നമസ്കാരം. വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്തയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഞങ്ങൾ ഇന്ന് ബംഗാളിന്റെ വടക്ക് ഭാഗമായ സിലിഗുരിയിലേക്ക് ഒരു യാത്ര പോവുകയാണ്. ഇന്ത്യൻ റെയിൽവേയുടെ വളരെയധികം ലെജൻഡറി ട്രെയിനായ ഡാർജിലിംഗ് മെയിലാണ് ഇന്നത്തെ യാത്ര. ഈ ട്രെയിൻ പുറപ്പെടുന്നത് രാത്രി 10:15 കൊൽക്കത്തയിലെ സിയാൽദ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലുതും ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയതുമായ റെയിൽവേ സ്റ്റേഷനായ ഹൗഡ ജംഗ്ഷന്റെ മുന്നിലാണ്. ഇവിടെ ആകെ 23 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. ഈ നേരെ നോക്കുന്ന ഭാഗത്താണ് ഹൗറ മെട്രോയ്ക്കുള്ളത്. ഇപ്പോൾ സ്റ്റേഷൻ്റെ കാഴ്ച ഇങ്ങിതാ ഇവിടെ മുതൽ അങ്ങ് അവിടെ വരെയാണുള്ളത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ നേരെ പോകുന്നത് ഇന്ത്യയിലെ തന്നെ തിരക്കേറിയ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ റെയിൽവേ സ്റ്റേഷനായ സിയാൽദ. ഇതേ നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ പ്രശസ്തമായ ഹൗറ ബ്രിഡ്ജ് കാണാം. ഹൗഡ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തുനിന്ന് സിയാൽദ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് 6 കിലോമീറ്ററാണ് ദൂരമുള്ളത്. അപ്പോൾ ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് ബസ്സൊക്കെ കിട്ടും. ഞങ്ങളിനി നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. ഹൗറ പാലത്തിന്റെ ഭാഗത്തേക്കൊക്കെ നമുക്ക് അതുവഴിയാണ് പോകാനുള്ളത്. ഇവിടെയാണ് ബസ് സ്റ്റാൻഡ്, അതായത് റെയിൽവേ സ്റ്റേഷൻ എന്താ ഇവിടെ തന്നെയാണ്. ഈ സമയത്തൊക്കെ ഇവിടുത്തെ തിരക്ക് ഇങ്ങനെയാണ്. ഈ തിരക്കിനിടയിലൂടെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ക്യാമറയും നോക്കണം, ഈ ബസ് എങ്ങോട്ടാണെന്ന് നോക്കാം. ഇവിടെ ഒരുപാട് ബസ്സുകളൊക്കെ ഉണ്ടാവും. പിന്നെ ഒരുപാട് കച്ചവടക്കാരൊക്കെ ഈ ഭാഗത്തുണ്ട്. ഇത് സിയാൽദ. ഇതാ ഹൗഡ സിയാൽദ. ബൈ സിയാൽദ. ഓ, ഇതാണ് നമ്മുടെ ബസ്, ഇലക്ട്രിക് ലൈൻ ബസ്. ഇതിലോട്ട് കയറാം, നമുക്ക് മുന്നിൽ കയറാം. അവിടെ പോയിരിക്കാൻ നോക്കാം. ഇതാണ് ഡ്രൈവർ ഏട്ടൻ. വ്യൂ ഒക്കെ കുറച്ച് കുറവായിരിക്കും, കാരണം ഇങ്ങനെയാണല്ലോ ഇതിൻ്റെ ആ ഒരു വിൻഡോ ഒക്കെ ഉള്ളത്. എത്ര മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ എത്തും നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ഹൗഡ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് നിന്ന് സിയാൽദയിലേക്ക് പോകാൻ ഏറ്റവും നല്ലത് ഇതുപോലുള്ള ബസ്സുകളൊക്കെ തന്നെയാണ്. ഇതിലത്തെ സീറ്റിംഗ് ഒക്കെ ഇതാ ഇങ്ങനെയാണ്. ബസ് എന്തായാലും പുറപ്പെടട്ടെ. വണ്ടിൻ്റെ അകത്ത് ഇപ്പം തന്നെ ഫുള്ളായി. ഇനിയിപ്പോൾ തന്നെ വണ്ടി എടുക്കും, കാരണം ഫുള്ളായ ഒരു ഉടനെ തന്നെയാണ് ഇവിടുന്ന് വണ്ടികളൊക്കെ എടുക്കുക. 5 മണിയായി, ഇപ്പോഴാണ് ബസ് ഇവിടുന്ന് എടുക്കുന്നത്. ഈ ബസ് ഹൗറ പാലം വഴി പോവോ നമുക്ക് നോക്കാം. ഈ ഒരു തിരക്കിൽ നിന്ന് മാറി പോകണമെങ്കിൽ തന്നെ സമയം ഒരുപാട് എടുക്കും. അയ്യോ, തട്ടി തട്ടി തട്ടി. എന്റെ പൊന്നെ, ഈ കൊൽക്കത്ത ബസ്സുകളുടെ റഷ് ഡ്രൈവിംഗ് ഒക്കെ ഒരുപാട് യൂട്യൂബിലുണ്ട്. ഞങ്ങൾ ട്രാമിൽ കയറിയ സമയത്ത് ട്രാമിനൊക്കെ ഉമ്മ വെച്ചുകൊണ്ടാണ് ബസ് വന്നത്. തട്ടിയാലും പൊട്ടിയാലും ഇവർക്ക് ഒരു പ്രശ്നമില്ല. അതൊക്കെ തന്നെയാണല്ലോ ഈ മുന്നിൽ കാണുന്നത്. ഹോണൊന്നും അടിച്ചിട്ട് കാര്യമില്ല, ആൾക്കാരൊന്നും മാറണ്ടേ. ഈ ബസ് കാരണം പോകാൻ പറ്റില്ല. ഇവിടെ ബസ്സിനൊക്കെ 2 ടൈപ്പ് കളർ കോഡാണ്. ഒന്നീ ഒരു ചുവപ്പും, പിന്നൊന്നിതാ ഈ ഒരു നീലയും. ഈ ഗ്ലാസ് പൊട്ടിയില്ലെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു വ്യൂ കിട്ടിയെന്നെ നമ്മൾക്ക്. എത്ര ബസ്സുകൾ. ശരിക്കും കൊൽക്കത്തയൊക്കെ എന്താണെന്ന് അറിയണമെങ്കിൽ ഇതുപോലുള്ള ബസ്സുകളിലൊക്കെയാണ് ഇവിടെ വന്നിട്ട് യാത്ര ചെയ്യേണ്ടത്. ഈ ബസ്സിന്റെ ഒക്കെ ഒരു കോലം കണ്ട. എന്തിനാണ് ഇങ്ങനെ ഓടടിക്കുന്നത്? ചെവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുമല്ലോ. ഇങ്ങനെ അടിച്ചു പിടിക്കാണ്.
ഇവരൊന്നും മാറുന്നേ ഇല്ല ഇതിന്റെ മുന്നിൽ നിന്ന് ഇത്രയും ഹോൺ അടിച്ചിട്ട്. കൊൽക്കത്തയിലെ പ്രസിദ്ധമായ ഹൗറ പാലത്തിലേക്ക് ഇതാ നമ്മൾ കയറുകയാണ്. രവീന്ദ്രനാഥ സേതു. ഹൂഗ്ലി നദിക്ക് കുറുകെയാണ് ശരിക്കും പറഞ്ഞ ഈ ഒരു പാലം. ഇപ്പം നമ്മളുള്ളത് ഹൗറയിലും ഈ പാലം കടന്നെത്തുന്നത് കൊൽക്കത്തയിലും. ഇതൊരു ഉരുക്ക് പാലാണ്. നടന്നു പോകാനുള്ള ഒരു ഇതിലെ വഴിയൊക്കെ അതുവഴിയാണ്. കൊൽക്കത്തയുടെ ഐക്കാണ് യെല്ലോ ടാക്സി. ഇതിലൂടെയൊക്കെ നടന്നു പോകാൻ പറ്റും കേട്ടോ. ഞങ്ങൾ ഇത്തവണ ഇതിലൂടെ നടക്കാത്തതിൻ്റെ റീസൺ ഇതുവഴി തന്നെയാണല്ലോ ഈ ബസ് പോകുന്നത്. പിന്നെ വെറുതെ ഇങ്ങോട്ട് വരണ്ടല്ലോ. ഹൗറ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സിയാൽദ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് ഒരാൾക്ക് ബസ്സിൽ നിന്ന് ടിക്കറ്റ് ചാർജ് 20 രൂപയാണ്. ഹൗറയിൽ നിന്നും പാർക്ക് സ്ട്രീറ്റിലേക്ക് പോകുന്ന ബസ്സാണ്. അങ്ങനെ നമ്മളിതാ കൊൽക്കത്തയിലേക്ക് എത്തി. ഈ ബസ്സിൻ്റെ ഒക്കെ പേര് ഇങ്ങനെ എവിടെയാണ് ഉണ്ടാവുക? ഇവിടെയാണ് ഏറ്റവും വലിയ ഫ്ലവർ മാർക്കറ്റ് ഉള്ളത്. ഈ മുന്നിൽ പോകുന്ന വണ്ടിയും ഹൗറ സിയാൽദയാണ്. ഒരുപാട് ചാക്കും കെട്ടൊക്കെ കാണാതെ ഇവിടെ. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഈ സിഗ്നലിൽ പോലും ഇവരെന്തിനാണ് ഇങ്ങനെ ഹോൺ അടിക്കുന്നതെന്നാണ്. ഇവിടുത്തെ ഹോണടിയാണ് മെയിൻ. ഞങ്ങൾ കഴിഞ്ഞ തവണ കൊൽക്കത്ത വന്നപ്പോൾ ഇതുവഴിക്ക് തന്നെയാണ് നടന്നു പോയത്. ഇവിടൊക്കെ ആൾക്കാരുണ്ട്. മുമ്പ് ട്രാം ഓടിയ ഒരു ട്രാക്കാണ് ഇവിടെ. ഇപ്പോൾ ഇതുവഴിയൊന്നും ട്രാം സർവീസ് ഇല്ല. എസ്പ്ലനേഡ് ഭാഗത്തുനിന്ന് ശ്യാം ബസാർ ഭാഗത്തേക്കാണ് ട്രാം സർവീസ് ഉള്ളത്. ഇന്ത്യയിലെ മറ്റ് നഗരങ്ങളിൽ വെച്ച് കൊൽക്കത്തയ്ക്ക് ഒരുപാട് പ്രത്യേകതകളാണുള്ളത്. ആ പണ്ടത്തെ ആ ഒരു പഴക്കമില്ലേ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. പല കെട്ടിടങ്ങൾ നോക്കിയാലും നമുക്കത് മനസ്സിലാവും. ആ ഒരു ഭാഗത്തെ കെട്ടിടങ്ങളൊക്കെ വളരെയധികം പഴക്കം ചെന്നാണ് തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാം. ഇവിടെ ഏറ്റവും കൂടുതൽ ട്രാഫിക് ഓഫീസർമാരുണ്ട്. പക്ഷെ എന്നിട്ടും കാര്യമില്ല, എന്നാലും നല്ല തിരക്കാണ്. ഇതിപ്പോൾ ഇവിടെ ബ്ലോക്കിൽ പെട്ടിട്ട് ഒരുപാട് നേരമായി. ഇത് മഹാത്മാഗാന്ധി റോഡാണ്, അതായത് MG റോഡ്. ഇപ്പോൾ 5 മണി കഴിഞ്ഞല്ലോ, ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞതിൻ്റെ തിരക്കുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ പെട്ടെന്ന് തന്നെ ഇരുട്ടാവും ഈ ഒരു നോർത്ത് ഈസ്റ്റ് സൈഡിലും ഈ ഒരു കൊൽക്കത്തൻ്റെ ഈ ഭാഗത്തൊക്കെ. 5:45, അതായത് 45 മിനിറ്റ് യാത്രയായിരുന്നു ഞങ്ങൾക്ക് ഇവിടത്തേക്ക് ഉണ്ടായിരുന്നത്. അതിൽ കൂടുതലും ബ്ലോക്ക് തന്നെയായിരുന്നു. ഇനിയിപ്പോൾ ഇവിടെയാണ് ബസ് നിർത്തിയത്. ഇതിലൂടെയാണ് ഇനിയിപ്പോൾ സിയാൽദ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകേണ്ടത്. ഇവിടെ കൂടുതലും മൊബൈൽ ഷോപ്പുകളൊക്കെയാണ്. ഇത് അവിടെ തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. ഒരു തിരക്കേറിയ ഭാഗം തന്നെയാണിത്. മൊബൈൽ ഷോപ്പ് മാത്രമല്ല, പേഴ്സും വാച്ചൊക്കെ വിൽക്കുന്ന കുറച്ച് കടകളൊക്കെ കാണാം. ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ഈ ഒരു ഭാഗം കുറച്ച് വൃത്തിയില്ലാത്തൊരു ഏരിയ തന്നെയാണ്. ഇവിടെയൊക്കെ ധാബുകളൊക്കെ ഉണ്ട്. മൊബൈൽ റിപ്പയറിംഗ് എന്നൊക്കെ ബോർഡൊക്കെ കാണുന്നില്ലേ? എന്ത് തിരക്കാണെന്നൊക്കെ. ഈ ഭാഗത്ത് മുഴുവനും
ചെറിയ ചെറിയ ധാബകളാണ്. നൂഡിൽസൊക്കെയാണ് ഇവിടെ നിന്ന് ആക്കുന്നത്. പോയാൽ തന്നെ അവർ ലൈവായിട്ട് അവർ അതൊക്കെ ആക്കി തരും. ഇവിടെ നിന്നൊക്കെ എത്ര ആൾക്കാരാണ് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടോ. പിന്നെ ഇവിടെ ബെൽറ്റാണ് കൂടുതലും. പിന്നെ ഇത് ഫ്രൂട്ട്സാണ്. ഞങ്ങൾ ഈ ഒരു തിരക്കിൻ്റെ നടുവിലൂടെ ഇങ്ങനെ ഒഴുകി പോവുകയാണ്. ഇവിടെയാണ് സിയാൽദാ റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങൾ ഇതുവഴിയാണ് അകത്തേക്ക് കയറുന്നത്. സിയാൽദാ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു മുഴുവൻ കാഴ്ച ഇങ്ങനെയാണ്. ഇവിടെയാണ് മെട്രോ സ്റ്റേഷൻ. ഈ മെട്രോ സ്റ്റേഷൻ ഒരു പ്രത്യേകത ഉണ്ട്. അതായത് കൊൽക്കത്ത മെട്രോ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ റെയിൽവേ ആണ്. പച്ചക്കറിയാണ് ഇവിടെ. ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ രണ്ടാമത്തെ റെയിൽവേ സ്റ്റേഷനും ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ റെയിൽവേ സ്റ്റേഷൻ കൂടിയായ സിയാൽദാ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ആകെ 21 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. ഇനിയിപ്പം നമുക്ക് ഒരുപാട് സമയമുണ്ട്. ഇത്രയല്ലേ ആയതുള്ളൂ. അകത്ത് കയറി പ്ലാറ്റ്ഫോമൊക്കെ ഏതാണെന്ന് നോക്കാം. എന്തായാലും അതിൻ്റെ അകത്ത് തന്നെ വെയിറ്റ് ചെയ്യാം. സിയാൽദാ മെയിൻ. ഇവിടെ എന്തോരം ആൾക്കാരാണെന്ന് നോക്കിയേ. NTS 12 കാണിച്ചത്. വെറിസ്മൈ ട്രെയിനിൽ 13. ആദ്യം 13ലേക്ക് പോയി നോക്കാം. ഞങ്ങളിപ്പോൾ 12 നമ്പർ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുകയാണ്. ഇതുവരെയായിട്ടും വണ്ടി വന്നിട്ടൊന്നുമില്ല. 9 മണിയായി. നമ്മളിന്ന് പോകുന്ന ഡാർജിലിംഗ് മെയിലില്ലേ, അത് സിയാൽദയിൽ നിന്ന് ഹൽദിബാരി എന്നൊരു സ്ഥലത്തേക്ക് പോകുന്ന വണ്ടിയാണ്. ഈ ഹൽദിബാരി എന്ന് പറയുന്നത് ന്യൂ ജൽപൈഗുരി കഴിഞ്ഞ ഉടനെ തന്നെയുള്ള ഒരു സ്ഥലമാണ്. പിന്നെ സിക്കിമിലേക്കും അതുപോലെ തന്നെ ഡാർജിലിംഗിലേക്കും ന്യൂ ജൽപൈഗുരിയിലേക്കൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു കിടിലൻ വണ്ടിയാണ്. കാരണം ഇവിടുന്ന് ഇപ്പോൾ രാത്രി കയറിയ രാവിലെ ആകുമ്പോൾ തന്നെ ഈ വണ്ടി അവിടെ എത്തുന്നുണ്ടല്ലോ. സമയം 9:30. ഇപ്പോഴാണ് ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 12ലേക്ക് ഷണ്ടിങ് ചെയ്ത് വരുന്നത്. റിവേഴ്സ് ആണ്. ട്രെയിൻ നമ്പർ 123-43. പെട്ടെന്നാണ് ആൾക്കാർ കൂടി വന്നത്. ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്ന കോച്ച് 3rd AC-യിൽ B5 ആണ്. ഇവിടെയൊക്കെ അൺറിസർവ്ഡ് ആണ്. പുറകിൽ തന്നെ 2 അൺറിസർവ്ഡ് കോച്ചുകളാണുള്ളത്. ഇതൊക്കെ ഇവിടെ തന്നെ ഇപ്പോൾ ഫുള്ളാവും. അത് വേറെ കാര്യം. നമ്മുടെ കോച്ച് ഇവിടെ തന്നെയാണ് വരുന്നത്. ഇതിൽ നല്ല വണ്ടി തന്നെയാണ്. LHP തന്നെയാണ്. 59-ഉം 62-ഉം ഞങ്ങളുടെ ബർത്തുകൾ. H1. ഇതിന് ഫസ്റ്റ് AC ഒക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് AC ആയി. ഡാർജിലിംഗ് മെയിൽ. അപ്പോൾ ഇതാ ഈ കോച്ചാണ് നമ്മുടേത്. ഇവിടെ ആയിട്ട് ഇത് മിക്കവാറും നിൽക്കും. യെസ്, ഇതാണ് B5. നമ്മുടേത് 2018 മെയ്ഡ് കോച്ചാണ് കേട്ടോ. കുറച്ച് പഴയതാണ്. ഇത് ഓപ്പൺ ആയോ നോക്കിയേ. ഇല്ല, ഒന്നും ഓപ്പൺ അല്ല. 59-ഉം 62-ഉം ഇതേ ഇവിടെ തന്നെയാണ്. 2 അപ്പർ ബർത്താണ് ഞങ്ങൾ പ്രിഫറൻസ് കൊടുത്തെടുത്തത്. ഹൗഡ ലോക്കോ ഷെഡിന്റെ WAP7 ആണ് ഇന്ന് ലോക്കോമോട്ടീവായിട്ട് വരുന്നത്. ട്രെയിൻ പുറപ്പെടാൻ ഇനി ഒരു 15 മിനിറ്റ് കൂടിയുണ്ട്. നമ്മുടെ നാട്ടിലെ മാവേലി മലബാർ എക്സ്പ്രസിനെ പോലെ തന്നെ ഈ വെസ്റ്റ് ബംഗാളിലെ ഒരു ഹൈ ഡിമാൻഡ് ട്രെയിനാണ് ഡാർജിലിംഗ് മെയിൽ. ഞങ്ങൾ ഇതിൽ കറക്റ്റ് 2 മാസം മുന്നേ, അഡ്വാൻസ് ബുക്കിംഗ് 2 മാസം മുന്നേ ആണല്ലോ തുടങ്ങുക. അതിൽ കറക്റ്റ് 8 മണിയാകുമ്പോൾ തന്നെ 3rd AC ബുക്ക് ചെയ്തു. ഇതൊക്കെ ഒരു 8:10 ഇത് 6 AC കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അന്ന് തന്നെ ബുക്ക് ചെയ്തുകൊണ്ടാണ് 2 നമ്മൾ പ്രിഫറൻസ് കൊടുത്ത ബെർത്ത് തന്നെ കിട്ടിയത്. 965 രൂപയാണ് സിയാൽദയിൽ നിന്ന് ന്യൂ ജൽപൈഗുരിയിലേക്ക് ഒരാൾക്ക് 3rd AC വന്ന ടിക്കറ്റ് ചാർജ്. എപ്പോഴും ട്രെയിൻ യാത്ര ചെയ്യുന്ന സമയത്ത് അപ്പർ ബർത്ത് ഉണ്ടല്ലോ, പ്രിഫറൻസ് കൊടുത്തിട്ടാണ് നമ്മൾ എടുക്കാറുള്ളത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അന്ന് തന്നെ ബുക്ക് ചെയ്തിട്ട് 2 എടുത്തുകൊണ്ട് എന്തോ ഉപകാരമായി. ഇല്ലെങ്കിൽ പറഞ്ഞ പോലെ മിഡിലും ലോവറൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, നമുക്കൊരു പണിയായി തന്നെ. വേറൊന്നുമല്ല, കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നിങ്ങൾ ചില സമയത്ത് കണ്ടിട്ടുണ്ടാവും, കാണാത്തവരുണ്ടാവും. അതേപോലെ തന്നെ ഉണ്ടല്ലോ, ഞങ്ങൾ ഗുരുദേവ് എക്സ്പ്രസിലാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. അതിൽ 2ാമത്തെ ദിവസം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നല്ല രീതിയിൽ എന്തൊക്കെയോ വിഷയം പറ്റി ഫുഡൊക്കെ കഴിച്ചതിന്റെ ഭാഗം തോന്നുന്നു ഛർദിലും മറ്റു കാര്യങ്ങളൊക്കെ വന്ന് നല്ല ടയേർഡായിരുന്നു. വീഡിയോ എടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ വന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞങ്ങൾ വീഡിയോയിൽ മാക്സിമം ഞങ്ങൾ അതൊന്നും കവർ ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ ഉച്ചക്കാണ് ഇവിടെ കൊൽക്കത്തയിൽ എത്തിയിട്ടുണ്ടായത്. അന്ന് തന്നെ, അതായത് ഇതേ ദിവസം തന്നെയാണ് ഞങ്ങൾ ഈ വീഡിയോയും ഷൂട്ട് ചെയ്യുന്നത്. കുറച്ചു നേരം ഹൗറ ഭാഗത്തൊക്കെ പോയിരുന്ന് അവിടെ നിന്നാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ ഈ ഒരു ഭാഗത്തൊക്കെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ട് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കിയാണ്. പക്ഷെ ഒന്നും നടക്കുന്നില്ല. സ്യൂട്ടബിൾ ആയിട്ട് ഒരു സ്ഥലത്ത് നമുക്ക് പോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായില്ല. എന്താ പറയുക,
എന്തെങ്കിലും ഒരു അസുഖം നമ്മുടെ യാത്ര ചെയ്യുന്ന സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഫുഡ് ഇൻഫെക്ഷൻ തന്നെ നമുക്ക് നമ്മുടെ യാത്ര അധോഗതിയാവെന്ന് പറയാം. എന്താ പറയുക, എല്ലാം അടപടലും നമുക്ക് എന്താ പറയുക പോവും. അപ്പം ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം മനുവിനെ സംബന്ധിച്ചിടത്തോളം യാത്ര ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വീഡിയോ മിസ് ചെയ്താൽ, അതായത് അതിലത്തെ ഒരു ചെറിയൊരു ക്യാപ്ചർ മിസ് ചെയ്താൽ പോലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല രീതിയിൽ വിഷമാവും. അപ്പോൾ ഈ ഒരു യാത്ര എന്നത്തെ ഈ പറഞ്ഞ നമുക്ക് കൂടുതൽ വിഷയമാവുമെന്ന് നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് നാളെ ന്യൂജൽപേടി പോയി കഴിഞ്ഞാൽ ഉടനെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാനാണ് നമ്മുടെ ഒരു പ്ലാൻ. നമുക്ക് ഇന്ന് കിട്ടിയ ഈ ഒരു കമ്പിളിയില്ലേ, ഇത് പുതിയ ഫ്രഷ് കമ്പിളിയാണ്. ഇന്ന് ഇവർ വാഷ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു കമ്പിളിയാണ്. കാരണം ഒരു പൊടിയോ അഴുക്കൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു പില്ലോ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കവറില്ലേ, ഇതിൽ തന്നെ സിയാൽദ ഡിവിഷൻ ഈസ്റ്റേൺ റെയിൽവേ എന്നൊക്കെ എഴുതിയത് കാണാം. ഇതിൻ്റെ അകത്തുള്ളത് 2 ബെഡ്ഷീറ്റും ഒരു ഹാൻഡ് ടവലും ആണ്. സിയാൽദ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കറക്റ്റ് 10:15 തന്നെ ട്രെയിൻ എടുത്തു. ഇത് സിയാൽദ അജ്മീർ എക്സ്പ്രസ് ആണ്. ഇനി അടുത്ത സ്റ്റോപ്പ് ബർദ്ധമാനാണ്. 100 കിലോമീറ്ററിന് മുകളിൽ ദൂരമുണ്ട്. SDAH എന്നാണ് സ്റ്റേഷൻ്റെ കോഡ്. ഇതൊക്കെ ഈസ്റ്റേൺ റെയിൽവേ തന്നെയാണ്. ഛർദ്ദിച്ചതിൻ്റെയൊക്കെ ക്ഷീണം ഞങ്ങൾ തീർക്കുന്നത് ഇതൊക്കെ കഴിച്ചിട്ടാണ്. ഇത് ഇലക്ട്രൽ ORS ആണേ. ഇത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി കുടിച്ചാൽ നല്ലൊരു ആശ്വാസമാണ്. ഈ ട്രെയിനിന് ബർദ്ധമാൻ, ഫറാക്ക, മാൽഡ ടൗൺ, കിഷൻഗഞ്ച് വഴിയൊക്കെയാണ് പോകുന്നത്. അതായത് കിഷൻഗഞ്ച് ബീഹാറാണ്. ബീഹാറിലേക്കൊക്കെ ഈ ട്രെയിൻ കയറുന്നുണ്ട്. ഇനി നമുക്ക് നാളെ രാവിലെ മുതൽ കാണാം. ഗുഡ് മോർണിംഗ്. രാവിലെ 6:48 ട്രെയിൻ ഇപ്പോൾ ബീഹാറിലെ കിഷൻഗഞ്ച് സ്റ്റേഷനിലേക്ക് എത്തിയേ. ഇവിടെ ട്രെയിന് 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. നമ്മുടെ ഈ കോച്ചിലത്തെ ആൾക്കാർ ഭൂരിഭാഗം ഇറങ്ങുന്നത് NJP, അതായത് ന്യൂ ജൽപൈഗുരിയിൽ തന്നെയാണ്. ചാർട്ടൊക്കെ നോക്കിയപ്പോൾ അങ്ങനെയാണ് കണ്ടത്. ഇവിടെ ഇപ്പം നല്ല തണുപ്പാണ്. വണ്ടി വലിയ ഡിലേ ഒന്നും ഇല്ല അല്ലേ? നോക്കിയ സമയത്ത് 28 മിനിറ്റാണ് ഡിലേ. അതെ അതെ അതെ. ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം ആണ്. 6:54 ട്രെയിൻ ഇപ്പോൾ കിഷൻഗഞ്ചിൽ നിന്ന് എടുത്തേ. നമ്മളങ്ങനെ ഈസ്റ്റേൺ റെയിൽവേ എന്നൊക്കെ മാറി നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേ സോണിലേക്ക് എത്തി. ഇതൊക്കെ NFR ആണ്. ലോക്കോ പൈലറ്റിനൊക്കെ ഓടിക്കുക കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ കോടയല്ലേ ഇങ്ങനെ. ഇവിടെ ഒരു പള്ളിയൊക്കെ കാണാം. ട്രെയിനിപ്പോൾ ന്യൂ ജൽപൈഗുരിയിലേക്ക് എത്തി. സ്റ്റേഷനിലേക്ക് 1 കിലോമീറ്ററും കൂടെ ഉള്ളൂ. ഇവിടെ ഔട്ടറിൽ ഒരു 10 മിനിറ്റോളം വണ്ടി കിടന്നു. ഇപ്പോൾ ഇതാ സിഗ്നൽ കിട്ടി എടുത്തു. ഇവിടെ നിർത്തിയ സമയത്ത് തന്നെ ഒരുപാട് പേര് ഇവിടെയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല വെയിലുണ്ട് ഇപ്പോൾ ഇവിടെ. എന്നാലും തണുപ്പുണ്ടത്ര. തണുപ്പിനൊരു കുറവുമില്ല. കൊൽക്കത്തയിലെ സിയാൽദയിൽ നിന്നും 573 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ ന്യൂ ജൽപൈഗുരി ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. നമ്മുടെ വണ്ടി വന്നത് 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ്. 1, 2, 3 തന്നെയാണ്. നമ്മളിവിടെ വന്ന സമയത്ത് തന്നെ ഒരു അമൃത് ഭാരത് എക്സ്പ്രസിനെ കാണാം. WP5 അമൃത് ഭാരതിന് പുഷ്പുൾ ലോക്കോമോട്ടീവ് ആണ്. ഇത് നമ്മുടെ വണ്ടി തന്നെയാണ്. ന്യൂ ജൽപൈഗുരി നാഗർകോവിൽ, നമ്മുടെ തിരുവനന്തപുരം ഡിവിഷന്റെ വണ്ടി. ഞാൻ ട്രെയിനിൽ വരുമ്പോൾ തന്നെ ഈ വണ്ടീനെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത് കാണാൻ വേണ്ടി ഇവിടെ വന്നതാണ്. അപ്പോൾ നമ്മുടെ വണ്ടി അവിടെയാണ് നിർത്തിയത്. ഒരുപാട്
സ്ഥല സൗകര്യമുണ്ട് ഈ ഒരു NJPന്റെ ഇവിടെയൊക്കെ. പിന്നെ ഇന്ന് നല്ലൊരു വെതറാണ്, നല്ല തണുപ്പാണ്. ന്യൂ ജൽപൈഗുരി, ശരിക്കും ന്യൂ ജൽപൈഗുഡി എന്നാണ് കേട്ടോ പറയേണ്ടത്. സ്റ്റേഷൻ്റെ കോഡ് NJP എന്നാണ്. ഇത് ഒരു മെയിലാണല്ലോ, അതായത് ഡാർജിലിംഗ് മെയിൽ. ഒരുപാട് മെയിൽ സർവീസൊക്കെ ഉണ്ട്. ഈ ട്രെയിൻ ഇപ്പോൾ ഇവിടുന്ന് എടുക്കാനുള്ള ഒരു സമയമായി. ഈ ട്രെയിൻ പോകേണ്ട സ്ഥലത്തിന്റെ പേര് ഇന്നലെ ഹൽദി ബാരി എന്നാണല്ലോ പറഞ്ഞത്. അതും അങ്ങനെയല്ല, ഹൽദി ബാഡി എന്നാണ് പറയേണ്ടത്. ഇവിടുന്ന് 57 കിലോമീറ്റർ ആണ് ദൂരം. 8:15 ഇപ്പോൾ. ട്രെയിൻ ഇവിടെ 7:50 എത്തേണ്ടത്. വളരെ കുറച്ച് മാത്രമേ ഡിലേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളിറങ്ങിയ ഒരു 3 നമ്പർ പ്ലാറ്റ്ഫോം ഇല്ലേ, അവിടെ തന്നെയായിരുന്നു ഇന്റർനാഷണൽ റെയിൽവേ ടെർമിനൽ ഉണ്ടായിരുന്നത്. അവര് ഫെൻസിംഗ് ഒക്കെ കെട്ടിയിരുന്നത് കണ്ടില്ലേ. പിന്നെ ഇവിടെ തന്നെ റെയിൽവേന്റെ റിട്ടയർ റൂം ഒക്കെ ഉണ്ട്. ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ, അതിന്റെ ആ ഒരു പ്ലാറ്റ്ഫോം ഒക്കെ ഉള്ളത് ഇത് ഈ ഭാഗത്താണ്. അതായത് റെയിൽവേ സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഒരു ഭാഗമില്ലേ, അതിന്റെ നേരെ ഇവിടെയാണ് ആ ഒരു ട്രാക്കും അതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉള്ളത്. നമ്മൾ അതായത് ഡാർജിലിംഗ് മെയിലിൽ വന്ന് ഇറങ്ങിയത് അങ്ങ് അവിടെയാണ്. ഇതാ ഇവിടെ തന്നെ ഒരു ചെറിയൊരു ബോർഡൊക്കെ കാണാം, ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ ന്യൂ ജൽപൈഗുഡി. ഡാർജിലിംഗ് ട്രെയിനിന്റെ ടൈം ടേബിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും മുകളിലില്ലേ, ഇതാണ് ന്യൂ ജൽപൈഗുഡിയിൽ നിന്ന് ഡാർജിലിംഗിലേക്കുള്ള ട്രെയിൻ. അതായത് എല്ലാ ദിവസവും രാവിലെ 10 മണിക്കാണ് ഇവിടുന്ന് പുറപ്പെടുക. വൈകുന്നേരം 4:30 ഇത് അവിടെ എത്തും. ഇതിന്റെ ടിക്കറ്റ് ചാർജ് ഒക്കെ 1400 1500 എന്ന ഒരു റേഞ്ചിലാണ്. പിന്നെ ഇവിടെ രണ്ടാമത് കാണുന്നില്ലേ, ഇത് ഡാർജിലിംഗ് ഗും ഭാഗത്തേക്കുള്ളതാണ്. അപ്പോൾ അതിന്റെ സമയമൊക്കെ ഇവിടെ വ്യക്തമായി കൊടുത്തിരിക്കുന്നതാണ്. പിന്നെ ഇവിടെ സീസൺ സ്പെഷ്യൽ ജോയ് റൈഡ് ഡാർജിലിംഗ് ഗൂം ഭാഗത്തേക്ക് തന്നെയാണ്. പിന്നെ ഇവിടെയും മറ്റ് ടൈമിംഗ് ഒക്കെ കാണാം. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ ഇതൊന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഈ ട്രാക്ക് കാണുന്നില്ലേ, വീതി വളരെയധികം കുറവാണ്. പിന്നെ ഇതാ ആ പോകാനുള്ള ഒരു ട്രെയിനാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഇന്ന് യാത്ര ചെയ്ത ഡാർജിലിംഗ് മെയിൽ ഇന്ത്യയുടെ ഒരു ലെജൻഡറി ട്രെയിൻ ആണെന്ന് പറഞ്ഞല്ലോ. അതായത് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ഓടിയ ഒരു ട്രെയിൻ കൂടിയാണ് ഇത്. അതായത് 148 വർഷങ്ങൾക്ക് മുന്നെയാണ് ഈ ട്രെയിൻ ആദ്യമായി ഓടിയത്. 1878 ജനുവരി 1 ഡാർജിലിംഗ് മെയിലിന്റെ ആദ്യ സർവീസ് ഉണ്ടായത്. ഇപ്പൊ നമ്മൾ ഇന്ന് വന്നല്ലോ കൊൽക്കത്ത ഭാഗത്തുനിന്ന് ഈ ഒരു ലൈൻ വഴി വന്നല്ലോ. ഇതുവഴിയൊന്നും അല്ല ആ ട്രെയിൻ ആ സമയം ഓടിക്കൊണ്ടിരുന്നത്. ഈ കൊൽക്കത്ത ഭാഗത്തുനിന്ന് നോർത്ത് ബംഗാളിലേക്കുള്ള യാത്രാമാർഗം അന്ന് ഈസ്റ്റ് ബംഗാൾ വഴിയാണ് ഉണ്ടായത്. ഈസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ വിഭജനത്തിന് മുന്നേ ബംഗ്ലാദേശ് ഒക്കെ അറിയപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പൊ അതെങ്ങനെ വന്നു എന്ന് പറയുവാണെങ്കിൽ 1878 സമയത്ത് കൊൽക്കത്ത ഭാഗത്തു നിന്ന് 185 കിലോമീറ്ററോളം ആദ്യം ഒരു ഘട്ടം യാത്ര ചെയ്യും. ശേഷം പത്മ നദി കടന്നതിന് ശേഷം വീണ്ടും 336 കിലോമീറ്റർ വീണ്ടും യാത്ര ചെയ്യും. അങ്ങനെ പല ഘട്ടങ്ങളിലൂടെയാണ് ഡാർജിലിംഗ് മെയിൽ യാത്ര ചെയ്തത്. അത് ഏതൊക്കെ സോൺ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യ സമയത്ത് ഈസ്റ്റേൺ ബംഗാൾ സ്റ്റേറ്റ് റെയിൽവേയുടെ സമാന്തരമായിട്ടുള്ള ഒരു ലൈൻ, ശേഷം നോർത്ത് ബംഗാളിന്റെ സമാന്തരമായിട്ട് അവരുടെ റെയിൽവേ, അങ്ങനെയൊക്കെയാണ് വന്നിട്ടുണ്ടായത്. പിന്നീട് 1912 സമയത്ത് ആ പത്മ നദി ഉദ്ദേശിക്കുന്നത് ബംഗ്ലാദേശ് വഴിയാണല്ലോ പോകുന്നത്. അതിന് കുറുകെ ഹാർഡിഗഞ്ച് എന്ന് പറഞ്ഞൊരു പാലം പണി ഉണ്ടായി. പിന്നീട് ഈ പറഞ്ഞ പോലെ റെയിൽവേന്റെ റൂട്ട് വീണ്ടും സുഗമമായി എന്ന് പറയാം. നമ്മളിപ്പോ വന്ന ഈ ഒരു ശരിയായ റൂട്ട് വഴി യാത്ര ചെയ്യാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഗംഗക്ക് കുറുകയിൽ പാലമില്ലാത്തതാണ്. അതുകൊണ്ടാണ് ആ സമയത്ത് ബംഗ്ലാദേശ് വഴിയൊക്കെ ഡാർജിലിംഗ് മെയിൽ യാത്ര ചെയ്തത്. 1947 മുതൽ 65 വരെ ഈ ട്രെയിൻ പോയ റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ സിയാൽദയിൽ നിന്ന് നമ്മൾ മുമ്പിലൊരിക്കല് ഗഡെ എന്ന് പറഞ്ഞ ഭാഗത്ത് പോയില്ലേ, ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ, ആ ഗഡെ, ദർശന, നിൽപ്പമാരി വഴി നേരെ സിലിഗുരിയിലേക്കാണ് ട്രെയിൻ വന്നുകൊണ്ടുണ്ടായത്. 65 വരെയാണ് ഉണ്ടായത്. ശേഷം 65-ലാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായത്. ശേഷം ആ റൂട്ട് വിച്ഛേദിക്കുകയുണ്ടായി. 1960-65 സമയത്താണ് സിലിഗുരിയിൽ ഈ പറഞ്ഞ പുതിയ നമ്മളിപ്പോ നിൽക്കുന്ന പുതിയ ന്യൂ ജൽപൈഗുഡി എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ വന്നിട്ടുണ്ടായത്. അങ്ങനെ 65-ന് ശേഷം നമ്മുടെ ഡാർജിലിംഗ് മെയിൽ സർവീസ് ചെയ്തത് വേറെ റൂട്ടിലൂടെയാണ്. അതായത് സിയാൽദയിൽ നിന്ന് ഉച്ചക്ക് 12:50 പുറപ്പെട്ട് നേരെ രാജേന്ദ്ര സേതു കഴിഞ്ഞ് ബറോണിയിലേക്കാണ് യാത്ര ചെയ്തിട്ടുണ്ടായത്. അവിടുന്ന് മറ്റൊരു ഘട്ടം. അങ്ങനെയാണ് ഈ ട്രെയിനിന്റെ ഒരു റൂട്ട് വന്നിട്ടുണ്ടായത്. പിന്നീട് 1971 സമയത്താണ് നമ്മുടെ മാൾഡയ്ക്ക് പുറത്തുള്ള ഫറാക്ക ബാരേജ് ഇല്ലേ, അതായത് ഗംഗാ നദിക്ക് കുറുകെ ആ ഒരു പാലം വന്നത്. ശേഷം വണ്ടി ഇതുവഴി വരാൻ വേണ്ടി തുടങ്ങി. പിന്നീട് എന്ത് പറയാം, ബാക്കിയുള്ള റൂട്ടുകളൊക്കെ മാറ്റി ഇതുവഴി വരെയുണ്ടായി. 2004 വരെ ഈ ട്രെയിനിന്റെ സർവീസ് എങ്ങനെയാന്ന് പറഞ്ഞാൽ സിയാൽദയിൽ നിന്ന് വൈകുന്നേരം 7:15 പുറപ്പെട്ടിട്ട് രാവിലെ ഇവിടെ എത്തും. അപ്പം എന്താ പറയാ, അതുവരെ ന്യൂ ജൽപൈഗുഡി വരെ മാത്രമേ വണ്ടി ഉണ്ടായുള്ളൂ. 2004-ലാണ് ഈ പറഞ്ഞ പോലെ ട്രെയിനിന്റെ പേര് ഡാർജിലിംഗ് മെയിൽ എന്ന് പുനർനാമകരണം ചെയ്തത്. പിന്നീട് ഇപ്പോൾ അടുത്ത കാലത്താണ് ഹൽദിബാരിലേക്ക് വണ്ടി എക്സ്റ്റെൻഡ് ചെയ്തത്. കൂടാതെ തന്നെ ഒരുപാട് സ്റ്റോപ്പുകൾ ഒഴിവാക്കുകയും യാത്രാ സമയം കുറയ്ക്കുകയും ചെയ്തു. നിലവിലിപ്പോൾ ന്യൂ ജൽപൈഗുഡി റെയിൽവേ സ്റ്റേഷനിൽ നവീകരണമാണ്. ഇപ്പോൾ സ്റ്റേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇവിടെയാണ്. അതിൻ്റെ വർക്കുകളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഈ ഭാഗത്ത് വന്നാൽ
ഔർ ഹെറിറ്റേജ് എന്നൊക്കെ പറഞ്ഞ ഒരു പഴയ ലോക്കോമോട്ടീവ് ഒക്കെ കാണാം. NF എന്നൊക്കെ എഴുതി കാണാം. ഇനിയിപ്പോൾ നേരെ ടൗൺ ഭാഗത്തേക്കൊക്കെ ഇതുവഴിയായിരിക്കാം പോവേണ്ടത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗങ്ങളിതാ ഇവിടെയും ഉണ്ട്, ഈ ഭാഗത്തും ഉണ്ട്. പിന്നെ ഇവിടെ സൈക്കിൾ റിക്ഷകളൊക്കെ ഉണ്ട്. നല്ല പൊടിയാണിപ്പോൾ ഇവിടെ. എന്തായാലും ഞങ്ങൾ ഇതുവഴി നേരെ നടക്കുകയാണ്. ഒരു റൂമൊക്കെ എടുക്കണം. ഇപ്പോൾ ആദ്യം ടൗൺ ഭാഗത്തേക്കൊക്കെ എത്തണ്ടേ. ഇവിടെ ഹെവി പൊടിയാണ്, അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും മാസ്കൊക്കെ വെച്ചേ, അല്ലെങ്കിൽ പെട്ടെന്നാണ് അലർജിയൊക്കെ വരിക. എനിക്ക് തോന്നുന്നു ടൗൺ കുറച്ച് മാറിയിട്ടാണെന്ന് തോന്നുന്നു. ഈ സ്റ്റേഷൻ്റെ നവീകരണം വന്നു കഴിഞ്ഞാൽ അത് കഴിയുന്നവരെ വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ്. ഇപ്പൊ രാവിലെ ഇത്ര സമയം ആയതുകൊണ്ട് പിന്നെ ഓൺലൈൻ വഴിയൊന്നും റൂം ബുക്ക് ചെയ്യാൻ പറ്റില്ല. ഏർലി ചെക്കിങ് കൊടുത്താൽ മതി, പക്ഷെ അത് കുറച്ച് പൈസ കൂടുതലാവും. നമുക്ക് നോക്കാം, ബാർഗെയിൻ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ ഒരു റേറ്റിന് നല്ല റൂം കിട്ടുമോ എന്നൊക്കെ നോക്കാം. ഡാർജിലിംഗ്, ഞങ്ങളെന്തായാലും ഡാർജിലിംഗ് ഭാഗത്തേക്കൊക്കെ പോകുന്നുണ്ട്. അത് 2 ദിവസം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. ഡാർജിലിംഗ് അതുപോലെ തന്നെ ഗാങ്ടോക്ക് ഭാഗത്തേക്കുള്ള ഷെയർ വണ്ടികളും ടാക്സികളൊക്കെ നമുക്കിവിടെ കാണാം. ഞങ്ങൾ നേരത്തെ വരുമ്പോൾ 200 രൂപക്ക് ഗാങ്ടോക്ക് പറയുന്നുണ്ടായിരുന്നു, 250 രൂപക്ക് ഡാർജിലിംഗ് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതൊക്കെ മറ്റേ ട്രാവലറൊക്കെ ആകാം. ഇത് ഡാർജിലിംഗ്. എത്ര ടാക്സികളാണെന്ന് നോക്കിയേ. ഈ സുമോ ഗാങ്ടോക്കിലുള്ളതാണ്. അതിലൊക്കെ ഫുള്ളായി ആൾക്കാരൊക്കെ. പിന്നെ ഇവിടെ തന്നെ ഓട്ടോയും ഉണ്ട്. ഞങ്ങളൊരു ലോഡ്ജിന്റെ ലൊക്കേഷൻ വെച്ച് നടക്കുകയാണ്. അത് തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഇങ്ങനെയുള്ള വഴിയുള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നില്ല ഇതിലേ കൂടെയാണ് പോകേണ്ടതെന്ന്. ഇതിലൂടെ അല്ല പോകേണ്ടത്. അങ്ങനെ അവസാനം നമ്മൾ ആ ഒരു വെച്ച ഒരു ലൊക്കേഷനിലേക്ക് എത്തി. ഇവിടെ ഒരുപാട് ലോഡ്ജുകളൊക്കെ കാണാം. ഇവിടെ ഞങ്ങൾ ഒരു റൂം നോക്കി വെച്ചിട്ടുണ്ട്. അങ്ങോട്ടാണ് ഇനിയിപ്പോൾ നേരെ പോകുന്നത്. അവിടുത്തെ പൈസയൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു തിരുപ്പതി ലോഡ്ജ് എന്നാണ് അതിൻ്റെ പേര്. പൈസ നോക്കിയിട്ട് എടുക്കാം. റേറ്റ് ആണെങ്കിൽ നമുക്ക് പിന്നെ ഓൺലൈൻ തന്നെ നോക്കാം. അതെ, ഇയർലി ചെക്കിങ്ങിൻ്റെ ഒരു ചെറിയൊരു പൈസ കൊടുത്താൽ മാത്രം മതിയല്ലേ. ഇങ്ങോട്ടല്ലേ? ഈ ഭാഗത്തൊന്നും വലിയ വൃത്തിയൊന്നുമില്ല. പിന്നെ ഒരുപാട് ധാബകളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെയാണ് തിരുപ്പതി ലോഡ്ജ്. ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ഇതിൻ്റെ പൈസ എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ ഇവിടെ തന്നെ ഞങ്ങൾ റൂം എടുത്തേ. ചെറിയൊരു മുറി എന്ന് തന്നെ പറയാം. പിന്നെ ഇത് നോൺ AC റൂമാണ്. എന്നാൽ ഇവിടെ AC ഒക്കെ ഉണ്ട്. കാരണം ഇവിടെ ACൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല. ഞങ്ങളിവിടെ 2 ദിവസമാണ് ഈ റൂം എടുത്തത്. ഒരു ദിവസത്തേക്ക് വന്ന വാടക 1000 രൂപയാണ്. ഞങ്ങൾ ഇന്നലെ രാത്രി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഇന്ന് രാവിലെ ഇവിടെ എത്തി നേരെ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുന്നു. പക്ഷെ അതിനൊന്നും ആവശ്യമില്ല. ഇന്നലെ രാത്രിക്ക് തന്നെ ഇലക്ട്രൽ ORS ഒക്കെ കഴിച്ചതിന് ശേഷം ഒരുപാട് മാറ്റം ഉണ്ടായി. ഇവിടെ എത്തിയതിനു ശേഷം ഒരുപാട് എനർജി കിട്ടിയ പോലെയാണ് തോന്നുന്നത്. കാരണം ഇവിടെ ഇപ്പം നല്ലൊരു തണുപ്പും കൂടിയാണല്ലോ. ഞങ്ങളിവിടെ 2 ദിവസമാണല്ലോ റൂം എടുക്കുന്നത്. എന്തായാലും റെസ്റ്റ് ഒക്കെ എടുത്ത് അത് കൂടുതൽ ബെറ്റർ ആക്കാൻ നോക്കാം. പിന്നെ ഇവിടെ എത്തിയതിനു ശേഷം ഞങ്ങൾ നേരെ പോകാൻ ഉദ്ദേശിച്ചത് സിക്കിമിലേക്കാണ്, ഗാങ്ടോക്കിലേക്കാണ്. ഇവിടുന്ന് ഒരു 3 മണിക്കൂറിൻ്റെ അടുത്ത് യാത്രയുണ്ട്. സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയ ഉടനെ തന്നെ ഷെയർ ടാക്സി ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. എന്തായാലും ഇത്തവണ ഈ യാത്രയിൽ ഞങ്ങൾ സിക്കിമിലേക്ക് പോകുന്നില്ല. പക്ഷേ ഞങ്ങൾ ഇതുവരെ പോകാത്ത ഒരു അയൽ രാജ്യത്തിന്റെ ഭാഗത്തേക്കൊക്കെ പോകുന്നുണ്ട്. പറ്റിയാൽ ഒരു രാജ്യത്തേക്ക് തന്നെ പോകാൻ നോക്കണം അല്ലേ? അതെ, അതായത് ഈ ന്യൂജൽപേഗുഡി എന്ന് പറയുന്നത് നമ്മുടെ നോർത്ത് ഈസ്റ്റിന്റെ ഒരു പ്രവേശന കവാടാണ്. അതുപോലെ തന്നെ നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിന്റെ റോഡ് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ്. ബംഗ്ലാദേശ് ബോർഡർ ഇവിടെ നിന്ന് ഒരു 14 കിലോമീറ്ററിന്റെ അടുത്ത്, 14 10ന്റെ അടുത്ത് വരുന്നുള്ളൂ. കൂടാതെ തന്നെ നമ്മുടെ അയൽരാജ്യമായ ഭൂട്ടാനും ഭൂട്ടാനൊക്കെ പോകുകയാണെങ്കിൽ ന്യൂജൽപേഗുഡി ഇറങ്ങിയിട്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റുന്നതാണ്. കുറച്ച് ഒരു 2 മണിക്കൂർ യാത്ര മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇപ്പൊ മനു പറഞ്ഞ പോലെ നമ്മുടെ ഗാങ്ടോക്കിലേക്ക് 115 കിലോമീറ്റർ ആണ്. സിക്കിമിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഈ ഒരു സ്റ്റേഷനാണ് വന്നിറങ്ങേണ്ടത്. നമ്മുടെ സിൽച്ചറിലേക്ക് പോകുന്ന അർണോയി, അതുപോലെ തന്നെ ദിബ്രുഗഡിലേക്ക് പോകുന്ന വിവേക്, ഇതിനൊക്കെ കയറിയിട്ടാണ് ഇവിടെ വന്ന് ഇറങ്ങേണ്ടത്. കൂടാതെ തന്നെ ഈ പശ്ചിമ ബംഗാളത്തെ മെയിൻ ആയിട്ട് ഒരു ഹിൽ സ്റ്റേഷനാണ് ഡാർജിലിംഗ് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ടല്ലോ, ടോയ് ട്രെയിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ.
ഇവിടുന്ന് ഡാർജിലിംഗിലേക്ക് പോകണമെങ്കിൽ ഇവിടെ ഇറങ്ങേണ്ടത് 70ഓളം കിലോമീറ്റർ ആണ് അങ്ങോട്ടേക്ക് ദൂരം വരുന്നത്. അപ്പൊ എന്താ പറയാ, ഈ ഒരു ഡാർജിലിംഗ് മെയിലിന്റെ കാഴ്ചകൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പൊ നമുക്ക് മറ്റേ മറ്റു സ്ഥലം ബൈ. ബൈ.